ലിമിറ്റ് ആൻഡ് ഡെറിവേറ്റീവ്സിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിൽ പുതിയൊരു ലിമിറ്റ് പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ആ പുതിയ ലിമിറ്റ് പരിചയപ്പെടുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു പുതിയ ഫംഗ്ഷൻ്റെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്നറിയപ്പെടുന്ന ഒരു പുതിയ ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പുതിയ നമ്പർ, നിങ്ങൾ മാത്തമാറ്റിക്സിൽ വളരെ പ്രാധാന്യമുള്ള ഒരു നമ്പർ പരിചയപ്പെടുകയാണ്. എക്സ്പോണൻഷ്യൽ നമ്പർ എന്നറിയപ്പെടുന്ന, നമ്മൾ നേരത്തെ പൈ എന്ന് പറഞ്ഞൊരു നമ്പർ പരിചയപ്പെട്ടിട്ടുണ്ട്. താഴ്ന്ന ക്ലാസ്സുകളിൽ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു നമ്പറാണ് പൈ. അതുപോലത്തെ പയ്യെ പോലെ തന്നെ മാത്തമാറ്റിക്സിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു നമ്പറാണ് ഇ എന്ന് പറയുന്ന നമ്പർ. സ്മോൾ ലെറ്റർ ഇ ആണ് ഉപയോഗിക്കുന്നത്. എക്സ്പോണൻഷ്യൽ നമ്പർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ദ സം ഓഫ് ദ ഇൻഫിനിറ്റ് സീരീസ് 1 പ്ലസ് 1 by 1 factorial plus 1 by 2 factorial plus 1 by 3 factorial plus etc. 1 plus 1 by 1 factorial plus 1 by 2 factorial plus 1 by 3 factorial plus etc. അങ്ങനെ ഇൻഫിനിറ്റി വരെയുള്ള ഒരു സീരീസ്. ആ സീരീസിൻ്റെ സമ്മിനെയാണ്, അതിൻ്റെ തുകയെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് സം വരുന്നത്? കുറേ ടേംസ് വരുമ്പോൾ വാല്യൂ കൂടി പോവില്ലേ? അങ്ങനെ സംഭവിക്കില്ല. കാരണം ഇവിടെ ഇപ്പോൾ 1 by 1 factorial 1 ആണ്. ഇപ്പോൾ 1 by 1 1 എന്ന് വരും. അടുത്ത 1 by 2 factorial 2 ആണ്, 1 by 2. അടുത്ത 1 by 6 ആണ്. അടുത്ത 1 by 4 factorial 1 by 4 factorial 24 ആണ്. അപ്പോൾ 1 by 24 എന്ന് വരും. ഇതിങ്ങനെ പോയി അങ്ങോട്ട് പോകുമ്പോഴേക്കും കുറേ ടേംസ് കഴിയുമ്പോഴേക്കും ഈ വാല്യൂസ് ചെറുതായി വരുവാണല്ലോ. കുറേ ടേംസ് കഴിയുമ്പോഴത്തേക്കും ഈ ടേമിൻ്റെ വാല്യൂ വളരെ സ്മോളായി മാറും. ആൾമോസ്റ്റ് സീറോയോട് അടുക്കുന്ന വാല്യൂ ആയിട്ട് മാറും. ഇപ്പോൾ 1 by 4 factorial വന്നപ്പോൾ തന്നെ 1 by 24 ആയി. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി കുറേ ടേമുകൾ കഴിയുമ്പോഴേക്കും ആ ടേംസ് എല്ലാം വെരി സ്മോൾ ആയിരിക്കും. വെരി സ്മോൾ ആയതുകൊണ്ട് തന്നെ ആ ടേമുകൾ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സമ്മിനകത്ത് വലിയ ചേഞ്ച് ഒന്നും ഉണ്ടാക്കില്ല. ദാറ്റ് മീൻസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടേംസ് ഉണ്ടെങ്കിലും ഈ സീരീസിന് ഒരു സം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ചില എല്ലാ ഇൻഫിനിറ്റ് സീരീസുകൾക്കും അങ്ങനെ കഴിയണമെന്നില്ല. അപ്പോൾ ഈ ഇൻഫിനിറ്റ് സീരീസ് അങ്ങനെ ഒരു സം എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻഫിനിറ്റ് സീരീസാണ്. അതേക്കുറിച്ച് വിശദമായിട്ടൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ മാത്തമാറ്റിക്സിൽ ഹയർ സ്റ്റഡീസൊക്കെ പഠിക്കുന്നവർക്ക്, ഹയർ സ്റ്റഡീസിനൊക്കെ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടുള്ള ഹയർ സ്റ്റഡീസിൽ പോകുന്നവർക്കൊക്കെ അത്തരം കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നമുക്കിപ്പോൾ അതൊന്നും വേണ്ട, നമുക്ക് ഇത്രയും അറിഞ്ഞാൽ മതി. 1 plus 1 by 1 factorial plus 1 by 2 factorial plus 1 by 3 factorial plus etc. എന്ന ഇൻഫിനിറ്റ് സീരീസിൻ്റെ സമ്മിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ നമ്പർ എന്ന് വിളിക്കുന്നു. ഇ എന്ന സിമ്പൽ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഇയുടെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്ന് പറയുന്നത് 2.718 ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇ എന്ന നമ്പറിനെ കുറിച്ചുള്ള അറിഞ്ഞിരിക്കേണ്ടത്. മാത്തമാറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ് ഇ. ഇനി അതുപോലെ നമ്മളിപ്പോൾ എക്സ്പോണൻഷ്യൽ നമ്പർ പറഞ്ഞതുപോലെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ കൂടി അറിയണം. ഇ റൈസ്ഡ് ടു എക്സ്. ഇ റൈസ്ഡ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇത് ഒരു ഇൻഫിനിറ്റ് സീരീസ് തന്നെയാണ്. ഇതാണ് ഇ റൈസ്ഡ് ടു എക്സ്. 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. ഇതാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇ റൈസ്ഡ് ടു എക്സ്. ഈ ഇ റൈസ്ഡ് ടു എക്സിലെ എക്സിന് ഏത് വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഇ റൈസ്ഡ് ടു എക്സ് എന്ന ഫംഗ്ഷനിൽ എക്സിൻ്റെ വാല്യൂയാണല്ലോ നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. ഇ റൈസ്ഡ് ടു എക്സ് എന്ന ഫംഗ്ഷൻ്റെ ഡൊമൈൻ 6 ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇനി ഇ റൈസ്ഡ് ടു എക്സിൻ്റെ വാല്യൂവിന് പ്രത്യേകതയുണ്ട്. ഇ റൈസ്ഡ് ടു എക്സ് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. സീറോയും ആകത്തില്ല. ഇ റൈസ്ഡ് ടു എക്സ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് പറയാം ഇ റൈസ്ഡ് ടു എക്സ് എന്ന ഫംഗ്ഷൻ്റെ റേഞ്ച് സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ R പ്ലസ് ആണെന്ന് പറയാം. ഇ റൈസ്ഡ് ടു എക്സ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അത് ഓർത്തിരിക്കുക. മറ്റൊന്നുകൂടി അറിഞ്ഞിരിക്കുക, ഇ റൈസ്ഡ് ടു മൈനസ് എക്സ്. ഇ റൈസ്ഡ് ടു എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അപ്പോൾ ഇ റൈസ്ഡ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാലോ 1 പ്ലസ് എക്സ് ഉള്ളിടത്തെല്ലാം മൈനസ് എക്സ് ആക്കണം. അപ്പോൾ മൈനസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് minus x the whole square by 2 factorial plus minus x the whole cube by 3 factorial plus etc. That is 1. ഈ പ്ലസ് മൈനസ് ആവും മൈനസ് ആവും. മൈനസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ എന്നാവും. പ്ലസ് മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. മൈനസ് ആണെങ്കിലും സ്ക്വയർ ആയതുകൊണ്ട് അത് പ്ലസ് ആയി മാറും. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ.
അടുത്ത മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് വരുമ്പോൾ അത് നെഗറ്റീവ് ആവും. അപ്പോൾ മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. അടുത്ത വരാൻ പോകുന്ന പ്ലസ് എക്സ് റേസ് ടു 4/4 ഫാക്ടോറിയൽ ആയിരിക്കും. അപ്പോൾ ആ ടേംസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ ഇ റേസ് ടു എക്സും ഇ റേസ് ടു മൈനസ് എക്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ ഇ റേസ് ടു എക്സ് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ. എന്നാൽ ഇ റേസ് ടു മൈനസ് എക്സോ നോക്കൂ, 1 മൈനസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ആ ഇ റേസ് ടു എക്സിൻ്റെ അതേ ടേംസ് തന്നെയാണ്, ഒരു ചെറിയ വ്യത്യാസം. എന്താ വ്യത്യാസം? ഒന്ന് ഇടവിട്ടുള്ള ടേംസ് പോസിറ്റീവ് നെഗറ്റീവ് വരും. ആദ്യത്തെ പോസിറ്റീവ് ആണെങ്കിൽ അടുത്ത ടൈം നെഗറ്റീവ്, ദെൻ അടുത്ത തേർഡ് ടൈം പോസിറ്റീവ്, ഫോർത്ത് ടൈം നെഗറ്റീവ്, ദെൻ ഫിഫ്ത്ത് ടൈം പോസിറ്റീവ്, സിക്സ്ത് ടൈം നെഗറ്റീവ്. ആൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് വരും എന്നതാണ് വ്യത്യാസം. ഇ റേസ് ടു എക്സിൽ എല്ലാ ടേമുകളും പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഇ റേസ് ടു മൈനസ് എക്സിനകത്ത് ഒന്നിടവിട്ടുള്ള ടേംസ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന രീതിയിൽ മാറി മാറി വരും. ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. എക്സ്പോണൻഷ്യൽ നമ്പർ ഇ എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു. 1 plus 1 by 1 factorial plus 1 by 2 factorial plus etc. ആണ്. ആൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ 2.718 ആണെന്ന് പഠിച്ചു. ഇ റേസ് ടു എക്സ് പഠിച്ചു. 1 plus x by 1 factorial plus x square by 2 factorial plus etc. ഇതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. വളരെ മാത്തമാറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. വളരെയധികം പ്രാധാന്യമുള്ള ഫംഗ്ഷനാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു എക്സ്പോണൻഷ്യൽ ലിമിറ്റാണ്. ആ പറയുന്നതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus 1 by x is equal to 1. എന്താ അർത്ഥം? എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ, എക്സ് 0 എടുക്കുമ്പോൾ e raised to x minus 1 by എക്സിൻ്റെ ലിമിറ്റ് 1 ആണ് എന്ന് പറഞ്ഞാൽ e raised to x minus 1 by x ടെൻസ് ടു 1 അടുക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് അതിന് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus 1 by x ഈക്വൽ ടു 1 എന്ന് പറഞ്ഞത്. ഇതിനെയും പ്രൂഫ് വേണ്ട, നമുക്ക് ഇതിൻ്റെ പ്രോബ്ലങ്ങൾ ചെയ്താൽ മതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്. അപ്പോൾ ഇ റേസ് ടു 3x എന്നാണെങ്കിൽ ഇ റേസ് ടു 3x മൈനസ് 1 ബൈ 3x എന്ന് വരണം. ഇവിടെ ഇ റേസ് ടു 5x ആണെങ്കിൽ താഴെ 5x വരണം. ഇങ്ങനെ വന്നാൽ ലിമിറ്റ് 1 ആകും. അതാണ് നമ്മൾ പ്രോബ്ലങ്ങളിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ലിമിറ്റ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു 5x മൈനസ് 1 ബൈ എക്സ്. ഇവിടെ നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു 5x മൈനസ് 1 ബൈ എക്സ് എന്നാ. അവിടെ ബൈ 5x എന്നായിരുന്നെങ്കിൽ നമുക്ക് ലിമിറ്റ് 1 എഴുതാൻ പറ്റും. അപ്പോൾ അതിനവിടെ ചെയ്യുന്ന ഞാൻ താഴെ ഒരു 5 മൾട്ടിപ്ലൈ ചെയ്തു. താഴെ ഒരു 5 മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ മാറും. മാറാതിരിക്കണമെങ്കിൽ മുകളിലെ ഡിനോമിനേറ്ററിലും 5 അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ ആവും? ഇ റേസ് ടു 5x മൈനസ് 1 ബൈ ഇവിടെ 5x എന്നാവും. അപ്പോൾ ഇൻറ്റു 5 എന്ന് കൂടി വരും. ലിമിറ്റിൻ്റെ തിയറം പഠിക്കുമ്പോൾ ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റന്റ് ലിമിറ്റ് പുറത്തെടുത്തിട്ട് കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് എഴുതാം. നമ്മൾ അങ്ങനെ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. ലിമിറ്റ് ഓഫ് ഇതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കെ ഇൻറ്റു എഫ് എക്സ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ്. അതായത് കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ, അതിൻ്റെ ലിമിറ്റ് വന്നാൽ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്നാണ്. ആ ഒരു റിസൾട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവിടെ 5 ഇൻറ്റു ഉണ്ട്, 5 കോൺസ്റ്റൻറ്റ്. അപ്പോൾ 5 പുറത്തെടുത്താൽ 5 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പിന്നെ എന്തുണ്ട്? ഇ റേസ് ടു 5x മൈനസ് 1 ബൈ 5x. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്ന് വന്നാൽ 1 ആവും. ഇ റേസ് ടു 5x എന്നാണെങ്കിൽ ഇ റേസ് ടു 5x മൈനസ് 1 ബൈ 5x എന്ന് വന്നാൽ 1 ആവും. അപ്പോൾ ഈ ലിമിറ്റ് 1 ആണ്. അപ്പോൾ 5 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് പ്ലസ് 3 മൈനസ് ഇ റേസ് ടു 3 ബൈ എക്സ്. ഈ ഇ റേസ് ടു എക്സ് പ്ലസ് 3 നമുക്ക് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു 3 എന്ന് മാറ്റാൻ പറ്റും. കാരണം ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു 3 വന്നാൽ പവർ ആഡ് ചെയ്യുക ചെയ്യുന്ന ഇ റേസ് ടു എക്സ് പ്ലസ് 3 എന്നാണ്. അതായത് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് വന്നാൽ എക്സ് റേസ് ടു എം പ്ലസ് എൻ. അതിന് തിരിച്ചെഴുതിയത് എക്സ് റേസ് ടു എം പ്ലസ് എന്നിന് എക്സ് റേസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു എൻ എന്ന് എഴുതാം. അപ്പോൾ ഇ റേസ് ടു എക്സ് പ്ലസ് 3 നമുക്ക് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു 3 എന്ന് എഴുതാം. മൈനസ് ഇ റേസ് ടു 3 ബൈ എക്സ്. ഇപ്പോൾ നോക്കൂ, ന്യൂമറേറ്ററിൽ ഇ റേസ് ടു 3 കോമൺ ആയിട്ടുണ്ട്. അതിന് പുറത്തെടുത്താൽ എങ്ങനെയാവും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു 3 ഇൻറ്റു പിന്നെ ബ്രാക്കറ്റിനകത്ത് എന്തുണ്ട്? ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ്. ഇ എന്ന് പറയുന്ന എക്സ്പോണൻഷ്യൽ നമ്പറാണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇ റേസ് ടു 3 കോൺസ്റ്റൻ്റ് ആണ്. ലിമിറ്റിനകത്ത് കോൺസ്റ്റൻറ്റിൻ്റെ ഫംഗ്ഷൻ വന്നിരിക്കുന്നു, കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാം. അപ്പോൾ എങ്ങനെയാവും? ഇ റേസ് ടു 3 ഇൻറ്റു പിന്നെ എന്തുണ്ട്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0
e raised to x minus 1 by x. That is e raised to 3 into ഈ ലിമിറ്റാണ് നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ട്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus 1 by x equal to 1 എന്ന് പഠിച്ചല്ലോ. അപ്പോൾ e raised to 3 into 1, it is e raised to 3. അടുത്ത ചോദ്യം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 e raised to x minus 5 minus 1 by x minus 5. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 ആണ്. നമ്മൾ പഠിച്ച തിയറം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ച തിയറത്തിൽ എന്തായിരുന്നു? ലിമിറ്റ് എക്സ്പോണൻഷ്യൽ നമ്മൾ പഠിച്ചത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus 1 by x. എക്സ് ടെൻസ് ടു 0 ആണ്. e raised to x minus 1 by x. ഇതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ എക്സ് ടെൻസ് ടു 5 ആണ്. അപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ചെയ്യാൻ പോണത് e raised to x minus 5 minus 1 by x minus 5 എന്നാ. ഈ x minus 5ന് പകരം y എന്ന് കൊടുക്കുന്നു. അപ്പോൾ x minus 5 is equal to y. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കാം. ഇവിടെ e raised to y എന്നാവും, താഴെയും y ആവും, അപ്പോൾ x മാറി y ആവും. അപ്പോൾ പിന്നെ നമുക്ക് x tends to 5 എന്ന് എഴുതാൻ പറ്റില്ല, കാരണം x മാറിയല്ലോ, മാറി പുതിയ വേരിയബിൾ y-ലേക്ക് മാറി. അപ്പോൾ ആ y എന്തിലേക്ക് ടെൻഡ് ചെയ്യുന്നു എന്ന് അറിയേണ്ടി വരും. x tends to 5 ആകുമ്പോൾ എന്താണ് y? x minus 5നെയാണ് നമ്മൾ y എന്ന് കൊടുത്തത്. അപ്പോൾ x 5നോട് എടുക്കുമ്പോൾ y ക്ക് എന്ത് സംഭവിക്കും? x 5 ആയാൽ y is equal to x minus 5 എന്നുള്ള 5 minus 5 0 എന്നാവും. അപ്പോൾ x 5നോട് അടുത്താൽ y 0യോട് അടുക്കും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, when x tends to 5 we have y tends to 0. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. ലിമിറ്റ് x tends to 5 e raised to x minus 5 minus 1 by x minus 5. എന്ത് കിട്ടും? ലിമിറ്റ് e raised to x minus 5 എന്നുള്ളതിന് പകരം y എന്ന് എഴുതാം. അപ്പോൾ e raised to y minus 1 by താഴെയും y തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? x മാറി y-ലേക്ക് മാറിയല്ലോ. അപ്പോൾ x tends to 5 ആകുമ്പോൾ y tends to എന്താകുമെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലോ. when x tends to 5 we have y tends to 0. അപ്പോൾ ഈ പുതിയ വേരിയബിളിലേക്ക് മാറിയത് കൊണ്ട് നമ്മളിവിടെ x tends to 5 മാറ്റി y tends to 0 എന്ന് കൊടുക്കുക. അപ്പോൾ എന്താവും? ലിമിറ്റ് y tends to 0 e raised to y minus 1 by y. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 e raised to x minus 1 by x is equal to 1 എന്ന അത് തന്നെയാണ്. വേരിയബിൾ എക്സിന് വരെ y വന്നേ ഉള്ളൂ. അപ്പോൾ ആ ലിമിറ്റ് 1 എന്ന് കിട്ടി. അടുത്ത ചോദ്യം, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 e raised to x minus e raised to 5 by x minus 5. ഇവിടെയും നമ്മൾ അതേ മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെ ചെയ്യാൻ പോകുന്നത്. കാരണം ലിമിറ്റ് എക്സ്പോണൻഷ്യൽ ലിമിറ്റിൽ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്നായിരിക്കണം. e raised to x minus 1 by x എന്നായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് 1 എഴുതാം. പക്ഷേ ഇവിടെ എക്സ് ടെൻസ് ടു 5 ആണ്. ഇവിടെ താഴെ ഒരു എക്സ് മൈനസ് 5 കാണുന്നുണ്ട്. ആ എക്സ് മൈനസ് 5ന് പകരം y എന്ന് കൊടുക്കുന്നു. അപ്പോൾ എക്സ് മൈനസ് 5 is equal to y. അപ്പോൾ എക്സ് എന്നിട്ട് മൈനസ് 5 അപ്പുറത്തേക്ക് മാറ്റിയാൽ എക്സ് is equal to y plus 5 എന്നായി. അപ്പോൾ നമുക്ക് എക്സിന് പകരം y plus 5 എന്ന് കൊടുക്കാം. താഴത്തെ എക്സ് മൈനസ് 5ക്ക് പകരം y എന്ന് കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് y-ലേക്ക് മാറി. അപ്പോൾ നമ്മൾ എക്സ് ടെൻസ് ടു 5ന് പകരം y ടെൻസ് ടു എന്ത് എഴുതും നോക്കൂ. when x tends to 5 we have y-ക്ക് എന്ത് സംഭവിക്കും? y x minus 5 ആണ്. x 5 ആയാൽ y എന്താവും? 5 minus 5 0. അപ്പോൾ x ടെൻസ് ടു 5 ആയാൽ y ടെൻസ് ടു 0 ആകും. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, x minus 5 is equal to y എന്ന് കൊടുത്തു. അപ്പോൾ മൈനസ് 5 പുറത്തേക്ക് മാറ്റി. അപ്പോൾ x is equal to y plus 5 എന്നായി. ഇനി when x tends to 5 x 5നോട് അടുക്കുന്നു, y-ക്ക് എന്ത് സംഭവിക്കും? y tends to എന്താകും? x 5 ആയാൽ y 5 minus 5 0 എന്നാവും. അപ്പോൾ x 5നോട് അടുത്താൽ y tends to 0, y 0യോട് അടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ചോദ്യത്തിൽ x minus 5ന് y എന്ന് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് x tends to 5 e raised to x minus 5 by x minus 5 എന്ത് ചെയ്യുന്നു? ആ x minus 5ന് വരെ y ആക്കി. e raised to x-ന് പകരം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ y plus 5 എന്ന്. x-ന് വരെ y plus 5 എന്ന് കൊടുത്തു, മൈനസ് e raised to 5 കൊടുത്തു, താഴെ y tends to 0 എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യും? e raised to y plus 5 e raised to y plus 5 e raised to y into e raised to 5 e raised to y into e raised to 5 വന്നാൽ എക്സ്പോണൻഷ്യൽ ആഡ് ചെയ്ത് e raised to y plus 5 എന്നല്ലേ എഴുതുക. അത് തിരിച്ചെഴുതിയെന്നുള്ളൂ. അപ്പോൾ e raised to y plus 5 നമുക്ക് e raised to y into e raised to 5 മൈനസ് e raised to 5 by y എന്ന് എഴുതാം. e raised to 5 കോമൺ ആണ്. അപ്പോൾ ലിമിറ്റ് y ടെൻസ് ടു 0 e raised to 5 ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? e raised to y മൈനസ് 1. നേരത്തെ പഠിച്ചതാണ്. ലിമിറ്റിനകത്ത് കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു a k into fx കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ എന്ത് കിട്ടുന്നു? k into that is കോൺസ്റ്റന്റ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു fx കോൺസ്റ്റന്റ് ഇൻറ്റു ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് കിട്ടുന്നു. അത് ഇവിടെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഈ raised to 5 ഒരു കോൺസ്റ്റന്റ് അല്ലേ? ഈ എക്സ്പോണൻഷ്യൽ നമ്പർ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റാണ്. അപ്പോൾ ഈ raised to 5 കോൺസ്റ്റന്റ്. അപ്പോൾ കോൺസ്റ്റന്റ് ഇൻറ്റു ഫംഗ്ഷൻ ഫോമാണ്. കോൺസ്റ്റന്റ് പുറത്തെടുക്കുന്നു.
അപ്പോൾ ഇ റേസ് ടു 5 ഇൻറ്റു പിന്നെ എന്ത് വരുന്നു ലിമിറ്റ് y ടെൻസ് ടു 0 ഇ റേസ് ടു y മൈനസ് 1 ബൈ y ദാറ്റ് ഈസ് ഇ റേസ് ടു 5 ഇൻറ്റു ഇത് നമ്മുടെ എക്സ്പോണൻഷ്യൽ ലിമിറ്റിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 1 എന്നുള്ള റിസൾട്ടാണ്. അവിടെ എക്സിന് വരെ y വന്നില്ലേ ഉള്ളൂ, അപ്പോൾ 1 എന്ന് എഴുതാം. അപ്പോൾ ഇ റേസ് ടു 5 ഇൻറ്റു 1 ഈക്വൽ ടു ഇ റേസ് ടു 5. അടുത്ത ചോദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ എക്സ്. നമുക്ക് പഠിച്ചിട്ടുള്ള ലിമിറ്റിൻ്റെ റിസൾട്ടുകൾ ഒന്ന് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1 ഇതാണ് ഒരെണ്ണം. മറ്റൊന്ന് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഒന്ന് സൈൻ എക്സ് ബൈ എക്സ് എന്നോ അല്ലെങ്കിൽ ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഇതിൽ ഏത് ഫോം വന്നാലും ലിമിറ്റ് 1 ആണല്ലോ. നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ നോക്കാം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ എക്സ്. അവിടെ ഞാൻ ചെയ്യാൻ പോണത് സൈൻ എക്സ് ബൈ എക്സ് വന്നാൽ ലിമിറ്റ് 1 ആവുമെന്ന് അറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ചെയ്യാൻ പോണത് ഇതിൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സൈൻ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ മാറില്ല. അപ്പോൾ സൈൻ എക്സ് കൊണ്ടാണ് രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താവും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ഇൻറ്റു സൈൻ എക്സ് ബൈ താഴെ മോളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ മൾട്ടിപ്ലൈ ആണ് ബൈ എക്സ് ഇൻറ്റു സൈൻ എക്സ് എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റിക്കൂടെ ലിമിറ്റ് എക്സ് ടെൻസ് 0 ഇതാ ഇങ്ങനെ മാറ്റാം ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ സൈൻ എക്സ് കണ്ടോ ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ സൈൻ എക്സ് ഇൻറ്റു പിന്നെ എന്തുണ്ട് സൈൻ എക്സ് ബൈ എക്സ് ഇങ്ങനെ രണ്ടാക്കി മാറ്റിക്കഴിയുമ്പോൾ ലിമിറ്റിൻ്റെ ഫോമിൽ ഉപയോഗിക്കുകയാണ്. ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ ഈ രണ്ടാമത്തെ ഫോമിൽ ഉപയോഗിക്കുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് ഇൻറ്റു ജി എക്സ് രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് വന്നാൽ എങ്ങനെ ലിമിറ്റ് എടുക്കും എങ്ങനെയാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ജി എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എക്സിൻ്റെ ലിമിറ്റ് ഇൻറ്റു ജി എക്സിൻ്റെ ലിമിറ്റ് എന്നായിരിക്കും എടുക്കുക. അപ്പോൾ അതുപോലെ ഇവിടെ നമുക്കിതിനെ രണ്ടാക്കിയല്ലോ ലിമിറ്റ് എക്സ് ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ബൈ എക്സ് എന്നാക്കിയല്ലോ. ഇത് നമുക്ക് എങ്ങനെ ആക്കാം ആദ്യത്തതിൻ്റെ ലിമിറ്റ് ഇൻറ്റു രണ്ടാമത്തെ ലിമിറ്റ് എന്ന് മാറ്റാം. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു സൈൻ എക്സ് മൈനസ് 1 ബൈ സൈൻ എക്സ് ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. ഇതിൽ ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ 1 ആണ് സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. അപ്പോൾ അതിനെ 1 എന്ന് എഴുതാം. ഈ ആദ്യത്തേതിൽ ചെയ്യാൻ പോണത് ഞാൻ ഈ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കുന്നു. ഇവിടുത്തെ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു വൈ എക്സ് ടെൻസ് ടു 0 ആണ് ഇവിടുത്തെ ലിമിറ്റ്. അപ്പോൾ ഈ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു വൈ കൊടുക്കുമ്പോൾ വേരിയബിൾ എല്ലാം വൈയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ എക്സ് ടെൻസ് ടു 0 എന്ന് എഴുതുന്നതിൽ അർത്ഥമില്ല, പുതിയ വേരിയബിളിലേക്ക് മാറ്റണം. അതെങ്ങനെയാണ് എക്സ് ടെൻസ് ടു 0 എക്സ് 0യോട് അടുക്കുമ്പോൾ വൈക്ക് എന്ത് സംഭവിക്കും എക്സ് 0 ആയാൽ വൈക്ക് എന്ത് സംഭവിക്കും സൈൻ 0 എന്ന് വരും സൈൻ 0 0 ആവും. അപ്പോൾ എക്സ് 0യോട് അടുത്താലോ വൈ സൈൻ 0 ആണ്. അതിപ്പോൾ വൈ എന്തിനോട് തന്നെ എടുക്കും 0യോട് തന്നെ അടുക്കും. അപ്പോൾ നമുക്ക് ഈ മാറ്റങ്ങൾ വരുത്താം. സൈൻ എക്സിന് പകരം വൈ എന്ന് കൊടുക്കുന്നു, എക്സ് ടെൻസ് ടു 0ക്ക് പകരം വൈ ടെൻസ് ടു 0 എന്ന് ആവുന്നു. അപ്പോൾ എന്താവും ലിമിറ്റ് ഇ റേസ് ടു സൈൻ എക്സ് വൈ അല്ലേ, ഇ റേസ് ടു വൈ മൈനസ് 1 ബൈ വൈ. ഇവിടെ എന്താവും എക്സ് ടെൻസ് ടു 0ക്ക് പകരം വൈ ടെൻസ് ടു 0 എന്നാവും. ലിമിറ്റ് വൈ ടെൻസ് ടു 0 ഇ റേസ് ടു വൈ മൈനസ് 1 ബൈ വൈ ഇൻറ്റു നമ്മൾ നേരത്തെ പറഞ്ഞാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് 1 ആണ് ഇൻറ്റു 1. വീണ്ടും നമ്മുടെ സ്റ്റാൻഡേർഡ് റിസൾട്ടായി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്ന് അതേ റിസൾട്ടായി. എക്സ് വരെ വൈ ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ലിമിറ്റ് 1 എന്ന് എഴുതാം. 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1. അടുത്ത ചോദ്യം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ സൈൻ എക്സ്. ഇവിടെയും നമ്മൾ ഓർക്കുക നമുക്ക് രണ്ട് ഫോമുലകൾ ഇതാണ്. ഒന്ന് ലിമിറ്റ് എക്സ് ഒന്ന് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈക്വൽ ടു 1. മറ്റൊന്ന് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈക്വൽ ടു 1. ഇത് ഉപയോഗിക്കാൻ പോവാം. അപ്പോൾ ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് എന്ന് വന്നാൽ ലിമിറ്റ് 1 ആവും. സൈൻ എക്സ് ബൈ എക്സ് എന്ന് വന്നാൽ ലിമിറ്റ് 1 ആവും. നമുക്കറിയാമല്ലോ ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലിക്കേഷനോ ഡിവിഷനോ നടത്തിയാൽ ഫ്രാക്ഷൻ്റെ വാല്യൂ മാറുന്നില്ല. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഇതിൽ ന്യൂമറേറ്ററിൽ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എങ്ങനെ ആവും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ബൈ സൈൻ എക്സ് ബൈ എക്സ്. ലിമിറ്റിൻ്റെ മറ്റൊരു ഫോമുലയാണല്ലോ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടിയിലെ നാലാമത്തെ ഫോമുല ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് എക്സ് ബൈ ജി എക്സ്
is equal to limit x tends to a fx by limit x tends to a gx എന്ന് പറഞ്ഞാൽ fx by gxന്റെ ലിമിറ്റ് കാണാൻ fxന്റെ ലിമിറ്റ് by gxന്റെ ലിമിറ്റ് എന്ന് എഴുതാം. അപ്പോൾ ആ പ്രോപ്പർട്ടി ഇവിടെ ഉപയോഗിക്കാൻ പോവാണ്. ലിമിറ്റ് x tends to 0 fx by gx, ആ fxന് പകരം e raised to x minus 1 by x, gx വരെ sin x by x. അപ്പോൾ ലിമിറ്റ് fx by ലിമിറ്റ് gx എന്നാവും. അപ്പോൾ എന്താവും? ലിമിറ്റ് x tends to 0 e raised to x minus 1 by x by താഴെയോ ലിമിറ്റ് x tends to 0 sin x by x. ഇവിടെ ലിമിറ്റ് x tends to 0 sin x by x 1 ആണ്. ലിമിറ്റ് x tends to 0 e raised to x minus 1 by x അതും 1 ആണ്. അപ്പോൾ 1 by 1 എന്ന് കിട്ടുന്നു 1. അടുത്ത ചോദ്യം, ലിമിറ്റ് x tends to 0 e raised to x minus sin x minus 1 by x. എളുപ്പമുള്ള ചോദ്യമാണ്, പക്ഷേ ടേംസ് ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. e raised to x കഴിഞ്ഞാൽ ഉടനെ -1 എഴുതും, പിന്നെ മൈനസ് സൈൻ എക്സ്, അങ്ങനെ ആക്കാമല്ലോ. ഓർഡറിൽ തന്നെ ടേംസ് എഴുതണമെന്നൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി എഴുതാം, ചിഹ്നം മാറാതെ ശ്രദ്ധിച്ചോണ്ടാൽ മതി. അപ്പോൾ ഇതിനെ നമുക്ക് ലിമിറ്റ് x tends to 0 ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റാം. e raised to x ദെൻ ഈ -1 ആ ടൈം രണ്ടാമത് എഴുതുന്നു, ദെൻ മൈനസ് സൈൻ എക്സ് ബൈ എക്സ്. നമുക്ക് ഇവിടെ നോക്കിയേ, ഈ ബോക്സിൽ നോക്കിയേ, a മൈനസ് ബി ബൈ സി എന്ന് വന്നാൽ a ബൈ സി മൈനസ് ബി ബൈ സി എന്ന് എഴുതാം. അതുപോലെ ഈ e raised to x -1 അതിനൊറ്റ ടൈമായി കണക്കാക്കുക. അപ്പോൾ e raised to x -1 മൈനസ് സൈൻ എക്സ് ബൈ എക്സ് നേരത്തെ a മൈനസ് ബി ബൈ സി എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ a ബൈ സി മൈനസ് ബി ബൈ സി. അപ്പോൾ e raised to x -1 ബൈ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ് എന്നാവും. ഇപ്പോൾ ലിമിറ്റ് x tends to 0 e raised to x -1 ബൈ എക്സ് മൈനസ് സൈൻ എക്സ് ബൈ എക്സ്. ലിമിറ്റ് ഓഫ് എഫ് എക്സ് മൈനസ് ജി എക്സ് വന്നാൽ ലിമിറ്റ് ഓഫ് എഫ് എക്സ് മൈനസ് ലിമിറ്റ് ഓഫ് ജി എക്സ്. അപ്പോൾ ഇതെങ്ങനെയാവും? ലിമിറ്റ് x tends to 0 e raised to x -1 ബൈ എക്സ് മൈനസ് ലിമിറ്റ് x tends to 0 sin x ബൈ എക്സ്. ഈ രണ്ട് ലിമിറ്റുകളും സ്റ്റാൻഡേർഡ് റിസൾട്ടിനകത്തുള്ളതാണ്, 1 ആണ്. 1 - 1 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അടുത്ത ചോദ്യം, ലിമിറ്റ് x tends to 0 e raised to x ക്യൂബ് -1 ബൈ എക്സ് ക്യൂബ്. ഇതും സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. എക്സ് ക്യൂബ് ഈസ് ഈക്വൽ ടു വൈ. എക്സ് ക്യൂബിന് y എന്ന് കൊടുത്തു. അപ്പോൾ എക്സ് 0യുടെ അടുക്കും, x tends to 0 ആയാൽ എക്സ് 0യുടെ അടുക്കുമ്പോൾ വൈക്ക് എന്ത് സംഭവിക്കും? y എക്സ് ക്യൂബ് അല്ലേ? എക്സ് 0 ആയാൽ y 0 ക്യൂബ് 0 എന്ന് വരും. അപ്പോൾ എക്സ് 0യുടെ അടുത്താൽ വൈയും 0യുടെ അടുക്കും. എക്സ് 0 ആയാൽ y 0 ആവും. അപ്പോൾ എക്സ് 0യുടെ അടുത്താൽ വൈയും 0യുടെ അടുക്കും. അപ്പോൾ when x tends to 0 we have y tends to 0. Now ഈ ക്വസ്റ്റ്യൻ എടുക്കുക, ലിമിറ്റ് x tends to 0 e raised to x ക്യൂബ് -1 ബൈ എക്സ് ക്യൂബ്. എക്സ് ക്യൂബിന് വരും y എന്ന് കൊടുത്താൽ e raised to y -1 ബൈ y എന്നാവും. താഴെ y tends to 0. ലിമിറ്റ് y tends to 0 e raised to y -1 ബൈ y. അത് നമ്മുടെ എക്സ്പൊണൻഷ്യൽ ലിമിറ്റാണ്. ലിമിറ്റ് x tends to 0 e raised to x -1 ബൈ x എന്ന് പറയുന്നത് പോലെ എക്സിന് ഒരു y ആയെന്നേ ഉള്ളൂ. അപ്പോൾ ലിമിറ്റ് y tends to 0 e raised to y -1 ബൈ y ആൻഡ് ലിമിറ്റ് 1 ആണ് ഈക്വൽ ടു 1. അടുത്ത ചോദ്യം, ലിമിറ്റ് x tends to 0 x ഇൻറ്റു e raised to x -1 ബൈ 1 മൈനസ് കോസ് എക്സ്. ഇവിടെ ഇങ്ങനെ പ്രത്യേക രീതിയിലാണ് ചെയ്യുന്നത്. ഇതിനെ ഒന്ന് മാറ്റുക. ലിമിറ്റ് x tends to 0 ആദ്യം ഈ ടേം എഴുതി e raised to x -1 ഇൻറ്റു പിന്നെ x ബൈ 1 മൈനസ് കോസ് എക്സ് എന്ന് എഴുതി. ഇനി e raised to x -1 ബൈ എക്സ് എന്ന് വന്നാൽ ലിമിറ്റ് 1 എഴുതാം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ e raised to x -1 കഴിഞ്ഞാൽ അവിടെ ഒരു ബൈ എക്സ് കൊടുക്കുന്നു. ബൈ എക്സ് കൊടുത്താൽ പിന്നെ ഫ്രാക്ഷൻ്റെ വാല്യൂ മാറും. അപ്പം എന്ത് ചെയ്യണം? ആ എക്സ് മുകളിൽ കൊടുക്കണം. മുകളിൽ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ എക്സ് സ്ക്വയർ ആവും. അപ്പോൾ ഇവിടെ താഴെ ബൈ എക്സ് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് എക്സ് അവിടെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ മുകളിൽ എക്സ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാവും നോക്കൂ, e raised to x -1 ബൈ എക്സ് ഇൻറ്റു x സ്ക്വയർ ബൈ 1 മൈനസ് കോസ് എക്സ് എന്നാവും. ലിമിറ്റ് x tends to 0 e raised to x -1 ബൈ എക്സ് ഇൻറ്റു x സ്ക്വയർ ബൈ 1 മൈനസ് കോസ് എക്സ്. ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ജി എക്സ് വന്നാൽ ലിമിറ്റ് ഓഫ് എഫ് എക്സ് ഇൻറ്റു ലിമിറ്റ് ഓഫ് ജി എക്സ്. അപ്പോൾ ലിമിറ്റ് x tends to 0 e raised to x -1 ബൈ എക്സ് ഇൻറ്റു ലിമിറ്റ് x tends to 0 x സ്ക്വയർ ബൈ 1 മൈനസ് കോസ് എക്സ്. ഇതിൽ ആദ്യത്തെ ലിമിറ്റ് x tends to 0 e raised to x -1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇവിടെ വെച്ച് തന്നെ 1 എന്ന് കൊടുക്കാം. ഇൻറ്റു ലിമിറ്റ് x tends to 0 x സ്ക്വയർ ബൈ 1 മൈനസ് കോസ് എക്സ്. അത് ഫോർമുലയാണ് ട്രിഗണോമെട്രിയിൽ 2 sin സ്ക്വയർ എക്സ് ബൈ 2. ഇങ്ങനെയായി. ഇനി നമുക്ക് കോൺസ്റ്റൻറ്റിൻ്റെ ഫംഗ്ഷൻ വന്നാൽ കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാമല്ലോ. ഈ 1/2 പുറത്തെടുക്കാം. അപ്പോൾ 1 ഇൻറ്റു 1/2 ഇൻറ്റു ലിമിറ്റ് x tends to 0 x സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ എക്സ് ബൈ 2. നോക്കൂ, ലിമിറ്റ് x tends to a f of x ഹോൾ റൈസ്ഡ് ടു n is equal to ലിമിറ്റ് x tends to a f of x the whole raised to n എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഹോൾ റൈസ്ഡ് ടു n അതിൻ്റെ ലിമിറ്റ് എടുക്കണമെങ്കിൽ അതിന് പകരം എന്ത് ചെയ്താൽ മതി? ആ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എടുത്തതിന് ശേഷം ഹോൾ റൈസ്ഡ് ടു n എന്ന് എഴുതിയാൽ മതി. ഇവിടെ നോക്കൂ, എക്സ് സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ എക്സ് ബൈ സൈൻ എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ എന്നാ അതിൻ്റെ ലിമിറ്റാണ്. അപ്പോൾ അതിന് ലിമിറ്റ് എടുത്തിട്ട് സ്ക്വയർ ആക്കാം. അപ്പോൾ എങ്ങനെയാവും? ലിമിറ്റ്
ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് പറഞ്ഞാൽ എക്സ് ബൈ സൈൻ എക്സ് ബൈ 2 സ്ക്വയറാണ്. അപ്പോൾ എക്സ് ബൈ സൈൻ എക്സ് ബൈ 2 ആ ലിമിറ്റ് കൂടെ ചേർത്ത് ദ ഹോൾ സ്ക്വയർ, ദറ്റ് ഈസ് 1/2 ഇൻറ്റു, നോക്കൂ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസിക്കൽ 1 ആദ്യത്തെ റിസൾട്ട്, ലിമിറ്റ് എക്സ്റ്റെൻസ് 0 സൈൻ എക്സ് ബൈ എക്സ് ഇസിക്കൽ 1. ഇത് തിരിച്ചിട്ട് വിചാരിക്കുക ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എക്സ് ബൈ സൈൻ എക്സ്, അപ്പോഴും ആ ലിമിറ്റ് വാല്യൂ 1 തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനൊരു ചേഞ്ച് വരുത്തുകയാണ്. സൈൻ എക്സ് ബൈ സൈൻ എക്സ് ബൈ 2 എന്നാണ്. അപ്പോൾ സൈൻ എക്സ് ബൈ എക്സ് വരെ എക്സ് ബൈ സൈൻ എക്സ് വന്നാലും മതി എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ എക്സ് ബൈ 2, അപ്പോൾ എക്സ് ബൈ 2 വരണം. എന്ത് ചെയ്യുന്നു? 1/2 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0, ഇവിടെ ഒരു ബൈ 2 എടുക്കുന്നു, വാല്യൂ മാറാതിരിക്കാൻ വേണ്ടി ഇൻറ്റു 2 എടുക്കുന്നു. അപ്പോൾ എക്സ് ബൈ 2 ഇൻറ്റു 2 ബൈ സൈൻ എക്സ് ബൈ 2. ലിമിറ്റിനകത്ത് കോൺസ്റ്റൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കാം. അപ്പോൾ 1/2 ഇൻറ്റു ഇതങ്ങ് പുറത്ത് വരും, 2 ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് 0 എക്സ് ബൈ 2 ബൈ സൈൻ എക്സ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഹോൾ സ്ക്വയർ പറയുമ്പോൾ 2 അത് ബാധക, ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇപ്പോൾ 1/2 ഇൻറ്റു 4 ഇൻറ്റു, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 1/2 ഇൻറ്റു 2 ഇൻറ്റു ഇവിടെ നോക്കിയാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് ബൈ 2 ബൈ സൈൻ എക്സ് ബൈ 2 എന്നാ, അത് 1 അല്ലേ? ലിമിറ്റ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് വന്നാലും 1 ആണ്. അപ്പോൾ എക്സ് ബൈ 2 ബൈ സൈൻ എക്സ് ബൈ 2 വന്നാൽ ലിമിറ്റ് 1. അപ്പോൾ 1/2 ഇൻറ്റു 2 ഇൻറ്റു 1 ദ ഹോൾ സ്ക്വയർ ആയി. 2 ഇൻറ്റു 1 2 സ്ക്വയർ വരും. 1/2 ഇൻറ്റു 2 സ്ക്വയർ ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 4 വരും. ആൻസർ ഈസ് 2. അപ്പോൾ ഇത്രയാണ് എക്സ്പോണൻഷ്യൽ ലിമിറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ സപ്ലിമെൻ്ററി പോർഷൻ എന്ന് പറഞ്ഞ് ഏറ്റവും അവസാനം പ്രത്യേകിച്ച് ഉൾപ്പെടുത്തിയിരിക്കുന്ന പോർഷനാണ്. അപ്പോൾ നന്നായിട്ട് എക്സ്പോണൻഷ്യൽ ലിമിറ്റിൻ്റെ വായിക്കുക. അപ്പോൾ പ്രത്യേകിച്ച് എക്സ്പോണൻഷ്യൽ ലിമിറ്റിൻ്റെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനും ആ എക്സ്പോണൻഷ്യൽ ലിമിറ്റ് ഓർത്ത് വയ്ക്കണം, നമുക്ക് പിന്നീട് ഇത് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇതോടുകൂടി അവസാനിച്ചു.